സർവകലാപുരം നമ്മുടെ 24-ന്റെ പോളിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നമ്മോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ നമസ്കാരം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. അപ്പം നമ്മുടെ തൃശ്ശൂർ ഒരു സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ്. അവിടെയാണ് ഇത്തവണ 64-ാം കേരള സ്കൂൾ കലോത്സവം വന്നിരിക്കുന്നത്. ഇതൊരു കലാപൂരമാണ് എന്നാണ് ഇവിടെ എത്തുന്നവരെല്ലാം പറയുന്നത്. തൃശ്ശൂർ പൂരം തന്നെ എല്ലാവരും ആഹ്ലാദിക്കുന്നു, ആസ്വദിക്കുന്നു, ആഘോഷിക്കുന്നു. മിനിസ്റ്റർ നാടുകൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ കലോത്സവത്തെ മിനിസ്റ്റർ കാണുന്നത്? സാംസ്കാരിക തലസ്ഥാന നഗരമായ തൃശ്ശൂരിന് നിരവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചുള്ള അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ സംഘാടനം എന്നുള്ളത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഒരു ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നെ വളരെ അനുയോജ്യമാണ്. ഭൂമിശാസ്ത്രം, നഗരത്തിൻ്റെ ഭൂമിശാസ്ത്രം തുറന്നു കിടക്കുന്ന ഈ തേക്കങ്കാട് മൈതാനം നഗരഹൃദയത്തിലുണ്ട്. നിരവധി വേദികൾക്ക് സാധ്യതയുള്ള തുറന്ന ഇടമാണ്. വളരെ ഹരിതാഭമായ പശ്ചാത്തലമുണ്ട്. അതൊക്കെ ഈ കൗമാര കലോത്സവത്തിന് മാറ്റുകൂട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ ടൗൺ ഹാള്, സാഹിത്യ അക്കാദമി ഹാള്, റീജിയണൽ തിയേറ്റർ, ഒരുപാട് വേദികൾ നിരന്നു നിൽക്കുന്ന കൾച്ചറൽ കോറിഡോർ, അത് തൃശ്ശൂരിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ സവിശേഷതകൾ നമുക്കുള്ളത് കാരണം വലിയ പരാതികളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ ഏറ്റവും വിദ്യാർത്ഥി സൗഹൃദപരമായിട്ട് ഇതിൻ്റെ സംഘാടനം നിർവഹിക്കാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഏഷ്യയിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കലാമാമകമാണ് ശരിക്കും നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ NSK ഉമേഷുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരുടെ നാട്ടിലൊന്നും ഇത്തരത്തിൽ കലാപരിപാടികളില്ല, വിദ്യാർത്ഥികൾക്കില്ല എന്നുള്ളതാണ്. അവരുടെ രക്ഷിതാക്കളൊക്കെ ഇത് അറിഞ്ഞിട്ട് വലിയ വിസ്മയമാണ്, അവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഇവന്റ് സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ചലഞ്ചുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ കുട്ടികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ സർഗാത്മകമായ കഴിവുകൾ ആവിഷ്കരിക്കാനുള്ള വേദികൾ ഇതുപോലെ സംഘടിപ്പിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവം എന്ന് പറയുന്നത് വെറുതെയല്ല. രക്ഷിതാക്കളും അധ്യാപക സമൂഹവും ജനപ്രതിനിധികളും പൗരപ്രമുഖരും എല്ലാവരും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത്. അവരുടെ സർഗാത്മകമായ കഴിവുകൾ ഒരു തട്ടും തടവുമില്ലാതെ വികസിക്കുന്നതിന് വലിയ സാധ്യതകളാണ് നമ്മുടെ കലോത്സവം നൽകുന്നത്. ഇത് കേരള സംസ്ഥാനത്ത് മാത്രമാണ് ഈ നിലയിൽ അടിത്തട്ട് മുതൽ സംസ്ഥാന തലം വരെ കുറ്റമറ്റ നിലയിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇത്തവണ എനിക്ക് തോന്നുന്നു ഓൺലൈൻ വഴി ഒരു കുട്ടി പങ്കെടുത്തു എന്നുള്ളതാണ്. സിയ ഫാത്തിമ എന്ന് പറയുന്ന വയ്യാത്തൊരു കുട്ടി ഈ രീതിയിൽ ഓൺലൈനായി പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പൊക്കെ വിദ്യാർത്ഥികളോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അതെ അതെ, നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി ഓൺലൈനായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പം നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തെ വളർച്ച അതുകൂടി ഈ യുവജനോത്സവ സംഘാടനവുമായിട്ട് സമന്വയിപ്പിക്കാൻ സാധിക്കുമ്പോൾ കൂടുതൽ കഴിവുറ്റ നിലയിലാണ് നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് ഈ ഒരു സാധ്യതയെ കൂടി കാണാൻ സാധിക്കും. ഇതൊരു സ്ഥിരം പ്രസിഡൻസ് ആയിക്കൂടാ എന്ന തീരുമാനത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ സിയാക്ക് പങ്കെടുക്കാനായിട്ട് അനുമതി നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മിനിസ്റ്റർ എന്ന ഡോക്ടർ ആർ ബിന്ദുവോടല്ല, ആർ ബിന്ദു എന്ന കലാകാരിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി ജീവിതം നമ്മുടെ മനസ്സിലേക്ക് വരും എല്ലാവരുടെയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയുന്നത് പോലെ ഡോക്ടർ ആർ ബിന്ദു എന്ന് പറയുന്നത് കഥകളി കലാകാരി കൂടിയാണ്. അപ്പോൾ എന്താണ് പെട്ടെന്ന് ഇവിടത്തേക്ക് വന്നപ്പോൾ മനസ്സിലൂടെ വന്നത്? എനിക്ക് ഈ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു വലിയ ചെപ്പ് തുറക്കുന്നത് പോലെയാണ് ഓരോ കലോത്സവ വേദികളിലും എത്തുമ്പോൾ. കാരണം നമ്മുടെ ജീവിതത്തിലെ വസന്തകാലമാണ് ഓർമ്മയിലേക്ക് വരുന്നത്. ഒരുപാട് സുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾ, വളരെ നിർമ്മലമായിട്ടുള്ള സുഹൃത്ബന്ധങ്ങൾ ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് കലോത്സവ വേദികളിൽ നിന്നാണ്. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആത്മബന്ധങ്ങളായിട്ട് അവയൊക്കെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികതയോടുകൂടിയാണ് കലോത്സവത്തെ കാണാൻ സാധിക്കും. കഥകളി വേദിയിൽ പോകാൻ കഴിഞ്ഞോ മിനിസ്റ്റർ? കഥകളി വേദിയിൽ സന്ദർശിച്ചു. കുട്ടികൾ എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ ടോപ്പാണ്. കഥകളിയെ സംബന്ധിച്ചിടത്തോളം നിലവാരം താഴ്ന്ന് അത് അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും അവതരണങ്ങൾ ഏറ്റവും മികച്ച നിലവാരത്തിൽ തന്നെയാണ്. അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം, കഥകളി ഒരുപാട് അഭ്യാസബലം ആവശ്യമുള്ള ഒരു കലാരൂപമാണ്.
പക്ഷെ നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ ത്വരിതഗതിയിൽ തന്നെ അതിൻ്റെ ആ ആത്മാംശത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവതരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യം തന്നെയാണ്. മിനിസ്റ്റർക്ക് ഓർമ്മയുണ്ടോ മിനിസ്റ്റർ അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു കഥകളി പദം നമ്മുടെ പ്രേക്ഷകർ രക്ഷ ഇങ്ങനെ കാത്തിരിക്കണ്ടോ മിനിസ്റ്ററുടെ അതൊന്ന് കേൾക്കാൻ ഏതെങ്കിലും ഒരു 2 വരി ഞാൻ പാട്ട് എങ്കിലും അത് വേണ്ട. മിനിസ്റ്റർ അവതരിപ്പിക്കാമോ ഏതെങ്കിലും ഒരു മുദ്ര? നമുക്കത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും, അവരെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ഞാൻ പിടിച്ചോളാം. കണ്ടാലെന്ന് കാണിക്കാം. താങ്ക് യു മാം, താങ്ക് യു. അപ്പോൾ ഡോക്ടർ ആർ ബിന്ദു ആണ് വിശേഷങ്ങൾ പങ്കുവച്ചത്, നമ്മോടൊപ്പം ചേർന്നത്. അപ്പോൾ സർവകലാപുരം തുടരുകയാണ്. ഒരുപാട് പ്രതിഭകളുണ്ട് ഇതുപോലെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.